എവല്യൂഷണറി എഡ്ജ് അഥവാ പരിണാമത്തിന്റെ ഒരു കഷണം എന്നാണ് മറൈൻ ഇഗ്വാനകളെ സയന്റിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നത്. ജൈവ വൈവിധ്യം ധാരാളമായി അവകാശപ്പെടാനാവുന്ന ഗാലപ്പഗോസ് ദ്വീപിലാണ് ഇവർ അധിവസിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കരയിൽ ജീവിക്കുന്ന ഇഗ്വാനകളിൽ നിന്നും പല രൂപത്തിലും പരിണമിച്ച് കടൽ ജീവികളായ ഇഗ്വാനകളാണ് ഇവർ എന്ന് സയന്റിസ്റ്റ് പറയുന്നു. കരയിലെ ഇഗ്വാനകൾക്ക് വൃത്താകൃതിയിലുള്ള വാലാണ് ഉള്ളതെങ്കിൽ ഇവയ്ക്കുള്ളത് പരന്ന നീന്താൻ ഉപയോഗിക്കാവുന്ന വാലുകളാണ്. കണ്ടാൽ ഒരു രാക്ഷസനായി തോന്നുമെങ്കിലും സാധുക്കളാണ് ഇവർ. കടലിന്റെ അടിത്തട്ടിലെ ആൽഗകളും കടൽ സസ്യങ്ങളുമൊക്കെയാണ് ഭക്ഷണം. 40 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു വെക്കാനുള്ള കഴിവ് ഈ ഇഗ്വാനകൾക്കുണ്ട്. മാത്രമല്ല ധാരാളം ഉപ്പുവെള്ളം അകത്തു ചെല്ലുന്നതിനാൽ തുമ്മൽ എന്ന പ്രക്രിയ ഉപയോഗിച്ച് ഉപ്പ് ചീറ്റിക്കളയാനും ഇവർക്ക് പറ്റും. ഇവയൊക്കെ പരിണാമത്തിലൂടെ ഇവ വികസിപ്പിച്ചെടുത്തതാണ് എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു. പരിണമിച്ചുണ്ടായ ജീവികളുടെ ആദ്യ രൂപവും പിന്നീടുള്ള രൂപവും ഒരുമിച്ച് കാണാനാവുന്നതിനാലാണ് എവല്യൂഷണറി എഡ്ജ് എന്ന് ഇവർക്ക് പേര് കിട്ടിയത്. കടൽ പായലുകളെയും ആൽഗകളെയും കഴിച്ച് ജീവിക്കുന്ന ഇവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ശരീരഭാരം 20% വരെ കുറക്കാൻ പറ്റുമത്രേ.